ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗത്തോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവമക്കൾ എന്നുള്ളത് ആണ് ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പദ്ധതി. അതിനുവേണ്ടി ദൈവം ആദമിൽ ദൈവമക്കൾ എന്നുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും അത് ആദമിൻ്റെ അനുസരണക്കേട് മൂലം താൽക്കാലികമായി നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നീട് പാപികളായിട്ടുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിൽ മുഴുവനും നിറഞ്ഞത്. പല സന്ദർഭങ്ങളിൽ ദൈവം ന്യായവിധി നടത്തി. അവസാനം ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. രണ്ടാമത്തെ മനുഷ്യൻ, ഒടുക്കത്തെ ആദാം എന്നുള്ള രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവാണ് പിന്നെ ലോകം കണ്ട മനുഷ്യൻ, ദൈവഹിത പ്രകാരമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ തെറ്റിപ്പോയ ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ, ആദാമിൻ്റെ മക്കളെ തന്നോട് നിരപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ജഡശരീരത്തിൽ മരണം അനുഭവിച്ച് തൻ്റെ രക്തത്താലെ തൻ്റെ ജീവനെ നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ചു. അങ്ങനെ പിന്നെയും സ്ഥാനപരമായി നാം ദൈവമക്കൾ എന്നുള്ള അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്ഥാനപരമായി നമ്മൾ ദൈവമക്കളാണ്, പക്ഷേ സ്വഭാവപരമായി നമ്മൾ ദൈവമക്കളായി തീരണം. അത് നമ്മളുടെ കർത്തവ്യമാണ്. നാം ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഉള്ളതാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ തന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ വി ആർ എക്യുപ്ഡ്. നമ്മൾക്ക് അതിനുള്ള എല്ലാ പരിതസ്ഥിതികളെയും അനുകൂലമാക്കി ദൈവം തീർത്തു. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ എങ്ങനെ നടന്നു എന്നുള്ളത് നമുക്ക് രേഖയാക്കി തരികയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അത് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സാധിക്കും എന്നുള്ളത് ദൈവം ഉറപ്പാക്കി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇനി അത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതിന് പ്രത്യേക കാരണമുണ്ട്. എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പുറകാലെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് അനേക മക്കളെ ഉളവാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് നമ്മൾ വിചിന്തനം ചെയ്താൽ ദൈവഭക്തിയുടെ മർമ്മം കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകും. അപ്പോൾ ദൈവഭക്തിയുടെ മർമ്മം ആരാണെന്ന് ചോദിച്ചാൽ ആ വാക്യം അത് കാണിക്കുന്നുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തികൾ ആണ് ദൈവഭക്തിയുടെ മർമ്മം. അതിനെ നമ്മൾ ഇത്തിരി കൂടെ വിശകലനം ചെയ്ത് പഠിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് മുതൽ തേജസ്സിൽ എടുക്കപ്പെട്ടതുവരെ തൻ്റെ ജീവിതമാണ് ദൈവഭക്തിയുടെ മർമ്മം. എങ്ങനെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. അവനെ നോക്കിയിട്ട് വേണം ദൈവഭക്തി എന്താണെന്ന് മനുഷ്യൻ പഠിക്കുവാനായിട്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവഭക്തിയെ തുറന്ന് നമുക്ക് കാണിച്ചു തന്നത്. കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് പിതാവ് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവനെപ്പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മളുടെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നിലകൊള്ളുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനാണ്. എ ക്രിസ്ത്യൻ ഈസ് എ ക്രൈസ്റ്റ് ലൈക്ക് പേഴ്സൺ. ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ പോലെയുള്ള ഒരുവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു നമ്മളിൽ കൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിയായി നമ്മൾ നടന്നതുകൊണ്ട്
പ്രത്യേകിച്ച് ഒരു മെസ്സേജ് നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാൻ ഇല്ല. എന്നാൽ മറിച്ച് നമ്മളെ കാണുന്നവൻ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായാൽ വാസ്തവത്തിൽ ക്രിസ്തീയത്വം നമ്മളിലൂടെ ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ട ചുമതല തൻ്റെ മക്കളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് മറന്നുള്ള ഒരു ജീവിതം ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റ് ചില വാക്യങ്ങളിലൂടെ കടന്നു പോകാം. റോമാലേഖനം 8:29-30 നമ്മൾ വായിച്ചതാണ്. അതിൽ നമ്മൾ ഇങ്ങനെ കാണുകയുണ്ടായി, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ആദ്യജാതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ പുറകിൽ ഒരു സൈന്യം വരുന്നുണ്ട്. ആ സൈന്യം തന്നെ പോലെ തന്നെയുള്ള ഒരു സൈന്യം ആണ്. അവരാണ് ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:2-3 വാക്യവും നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. പക്ഷെ അതിൻ്റെ 2 നമ്മൾ വായിച്ചത്. 3 കൂടെ ചേർത്ത് വായിക്കാം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ. അവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. ദൈവത്തെ ആർക്കും കാണാനായിട്ട് ഈ മനുഷ്യ ശരീരത്തിൽ സാധ്യമല്ല. കർത്താവിനെ കാണാനായിട്ട് മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ നമുക്ക് സാധ്യം അല്ല. കർത്താവിനെ, പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ കാണാനായിട്ട് പൗലോസ് അപ്പസ്തോലൻ ഒരിക്കൽ ഇടവന്നു. പക്ഷെ അവൻ അന്ധനായി തീർന്നു. കർത്താവിനെ മറ്റൊരിക്കൽ ഒരു ദർശനത്തിൽ യോഹന്നാൻ കാണാൻ ശ്രമിച്ചു, മരിച്ചവനെ പോലെ വീണു. എന്നാൽ നമ്മൾ അവനെ കാണും. അതർത്ഥമാക്കുന്നത് അവനെ കാണുവാൻ തത്തുല്യമായ ഒരു ശരീരം നമുക്ക് ദൈവം നൽകും. ആ ശരീരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവനെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് 2-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അവനോട് നാം സദൃശന്മാർ ആകും. എന്നിട്ട് 3-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്താണ്? അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. എന്താണ് ഈ പ്രത്യാശ? അവൻ വെളിപ്പെടും, അവനെ പോലെ നാം ആയിത്തീരും. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അതാണ് പ്രത്യാശ. പക്ഷേ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം എന്ത് ചെയ്യുമെന്നാ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഈ ഭാഗം നമ്മൾ പൊതുവെ കാണാറില്ല. ഈ ഭാഗം നമ്മൾ പൊതുവെ കാണാറില്ല. മറ്റേത് മാത്രം കാണും. 2-ാം വാക്യം, പ്രത്യാശ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് പ്രത്യാശയുണ്ടെങ്കിൽ പ്രത്യാശയ്ക്ക് അനുസാരമായ ഒരു ജീവിതവും ഉണ്ടാകണം. അല്ല എങ്കിൽ നമ്മളുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ അല്ല. കാരണം ജീവനുള്ള പ്രത്യാശയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കും, പ്രകടിപ്പിക്കും, പ്രവർത്തിക്കും. നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രത്യാശ അത് ജീവനുള്ള പ്രത്യാശയാണ്. നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് റെസ്പോൺസിബിലിറ്റി? എൻ്റെ കർത്താവ് മടങ്ങി വരും, ഞാൻ അവനെ കാണും. അവനെ കാണുമ്പോൾ അവനെ കാണുവാൻ യോഗ്യമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റി എടുക്കും. അഥവാ അവനെ കാണുവാൻ എനിക്ക് യോഗ്യതയുള്ളത് തക്കവണ്ണം ഞാൻ അവനെ പോലെ ആകുവാൻ ശ്രമിക്കും. ഇതാണ് ഒരു ദൈവഭക്തൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. ഇതാണ് ഓരോ വിശ്വാസികളും ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. നമ്മളെ കർത്താവ് വീണ്ടെടുത്തു, സ്വർഗത്തിൽ പോവാം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുള്ള ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല.
അതല്ല ദൈവ മനുഷ്യൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ കർത്താവിനെ പോലെ നാം ആയിത്തീരുവാൻ സർവ പ്രയത്നവും കഴിക്കേണ്ട ആവശ്യം നമ്മൾക്ക് ഉണ്ട്. കർത്താവിൽ പ്രത്യാശ വച്ചിരുന്ന ഭക്തന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരായിരുന്നു. ഭക്തന്മാർ അങ്ങനെ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് നമ്മളും ആ അവസ്ഥയിൽ തന്നെ നിർമ്മലീകരിക്കുന്ന പ്രക്രിയയിൽ കൂടെ കടന്ന് പോകണം. നിർമ്മലീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും നമ്മിൽ നിന്ന് അകറ്റി, ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മിൽ നിന്ന് അകറ്റി, കർത്താവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മളെയും ആക്കി തീർക്കുക, അവനോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:4 അവിടെ നാം വായിക്കുന്നത്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞാൻ അവിടെ നിന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്ന പദം ദൈവ പ്രതിമയായ ക്രിസ്തു. ദൈവ പ്രതിമയായ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. അദൃശ്യനായ ദൈവത്തെ മനുഷ്യർക്ക് പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ പ്രതിമയാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ പോലെ നാം ആയിത്തീരണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആരെ പോലെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു കർത്താവ്. ഇനിയും എന്തെങ്കിലും പുതിയത് സ്വർഗത്തിൽ പോയി ദൈവത്തിൽ നിന്ന് കാണാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്കൊക്കെ ഈ പൊതുവെ ഈ ലിമിറ്റഡ്, നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് പരിമിതികളുള്ളതാണ്. നമുക്കറിയാലോ, അതിന് സ്ഥലവും കാലവും ഒക്കെ ഉണ്ട്. എല്ലാ ഡിമെൻഷനിലും ഒതുങ്ങി കഴിയുന്നവരാണ് അല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ റേസിസം ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിറത്തിൻ്റെ പേരിൽ, കൾച്ചറിൻ്റെ പേരിൽ, അതുപോലെ വർഗം ഏതാണ്, അതിൻ്റെയൊക്കെ പേരിലാണല്ലോ ഈ റേസിസം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊരു വിഷയം ഇല്ല. പിന്നെ എന്താ വിഷയമായിട്ടുള്ളത്? അകത്തെ വ്യക്തി എങ്ങനെയാണെന്ന് ഉള്ളത് മാത്രമാണ്. ഞാൻ അതിന് ചെറിയ എക്സാമ്പിൾസ് തരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പല രൂപത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി, പല രൂപത്തിൽ. പക്ഷേ അപ്പോഴൊക്കെ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് കർത്താവാണ്. അതെങ്ങനെ മനസ്സിലായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെ മനസ്സിലായെന്ന്? നമുക്കാണെങ്കിൽ, നമ്മളെപ്പോലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം അല്ലേ? പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് കർത്താവാണ്. പത്രോസ് വല വീശി, രാത്രി മുഴുവൻ വീശിയിട്ടൊന്നും കിട്ടിയില്ല. രാവിലെ ആയപ്പോൾ യേശു കടൽക്കരയിൽ നിന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറ്റി വലയിട്ട്, അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. വലയിട്ടു, ഇഷ്ടം പോലെ മീൻ കിട്ടി. സഡൻലി അവരുടെ ബൾബ് കത്തി. എന്താണ്? കർത്താവ് പണ്ട് പത്രോസിനെ വിളിച്ചപ്പോൾ ഈ ഇവന്റ് നടന്നിട്ടുണ്ട്. പെട്ടെന്ന് യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. പത്രോസും വെള്ളത്തിലേക്ക് ചാടി, 2 പേരും അവിടേക്ക് ചെന്ന് ശിഷ്യന്മാരൊക്കെ ചെന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ദ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദ ബോഡി. നമ്മുടെ ശരീരമല്ല പ്രാധാന്യം അർഹിക്കുന്ന വിഷയം, പിന്നെയോ അകത്തെ മനുഷ്യനാണ്, അകത്തെ വ്യക്തിയാണ്. ആ വ്യക്തിയെയാണ് നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത്. ആ വ്യക്തിയെയാണ് ദൈവാനുരൂപമായി മാറ്റേണ്ടത്. കാരണം ഇനി നമുക്ക് നിത്യതയിൽ ലഭിക്കുവാൻ പോകുന്ന ശരീരത്തിൽ ഞാൻ ഈ കാണുന്ന പോലെയൊന്നും ആയിരിക്കും ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ശരീരമൊക്കെ മാറും. എനിക്കൊരു ശരീരം കർത്താവ് തരും. ആ ശരീരത്തിൽ ഇരിക്കാൻ പോകുന്നത് എൻ്റെ വ്യക്തിയാണ്. മനസ്സിലായോ? ഞാൻ അതിന് ഇങ്ങനെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു മാരുതി സുസുക്കി ഒക്കെ ഇപ്പോൾ ഓടിക്കുന്നത്, പക്ഷെ എനിക്കൊരു ബെൻസ് കാർ ദൈവം തരാൻ പോവാ. പക്ഷെ ഓടിക്കുന്നത് ആരാ? ഞാനാണ്. മാരുതി സുസുക്കിയിൽ എല്ലാ ട്രാഫിക് റൂൾസും വയലേറ്റ് ചെയ്താൽ ഞാൻ ഓടിക്കുന്നതെങ്കിൽ ബെൻസ് കിട്ടിയാലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ശരിയല്ലേ?
ബെൻസ് കിട്ടിയതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തേക്കാം. ഇല്ല പ്രിയമുള്ളവരെ, അങ്ങനെ സംഭവിക്കുകയില്ല. നമ്മുടെ വ്യക്തിയാണ് പ്രാധാന്യമുള്ളത്, ശരീരമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിത്യതയിൽ നമുക്ക് നൽകാൻ പോകുന്നത് ഒരു ശരീരമാണ്, പക്ഷെ അതിലിരിക്കാൻ പോകുന്ന വ്യക്തി ഇവിടെ വെച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ദൈവപ്രതിമയായ ക്രിസ്തുവിനെ പോലെ ആയി തീരേണ്ടത് ആവശ്യമാണ്. അവൻ ദൈവപ്രതിമയാണ്. മറ്റൊരു വാക്യം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവഭക്തനായി ജീവിച്ചു. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് വിശുദ്ധ ബൈബിള് സാക്ഷീകരിക്കുന്ന ഒരു വസ്തുതയാണ്. എബ്രായ ലേഖനം 5:7 നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവൻ ദൈവഭക്തൻ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, കർത്താവ് ദൈവപുത്രനല്ലേ? ദൈവപുത്രൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കർത്താവ് ഒരിക്കലും എടുത്തിട്ടില്ല. കർത്താവ് എപ്പോഴും തന്നെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രൻ എന്നാ പറയാറ്, അല്ലേ? ദൈവപുത്രൻ എന്ന് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ താൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തൻ്റെ പൂർവാസ്തിത്വത്തെക്കുറിച്ചും തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും ചോദ്യം ചെയ്യുന്ന വേളകളിൽ മാത്രമാണ്. കർത്താവിനെ ചോദ്യം ചെയ്യുന്ന വിസ്തരിക്കുന്ന വേളയിൽ മഹാപുരോഹിതനായ കയ്യഫാവ് ഒരു ചോദ്യം തന്നോട് ചോദിച്ചു, പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? അഥവാ അതിന്റെ അർത്ഥം, നീ ദൈവപുത്രനാണോ? കർത്താവ് ഉത്തരം പറഞ്ഞു, ഞാനാകുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇനി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും. നമുക്കറിയാം, ഇത് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലെ വാക്യമാണ്. അത് മഹാപുരോഹിതന് മനസ്സിലാവും. ന്യായം വിധിക്കാനാണ് വരുന്നത്, അധികാരം ഏറ്റെടുക്കാനാണ് വരുന്നത്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെന്നാണ് താൻ പറഞ്ഞത്. പക്ഷെ അപ്പോഴും കർത്താവ് പറഞ്ഞ വാക്ക് ദൈവപുത്രൻ വരുമെന്നല്ല പറയുന്നത്, പിന്നെയോ മനുഷ്യപുത്രൻ. ഞാൻ പറയട്ടെ, മനുഷ്യപുത്രൻ എന്നുള്ള രീതിയിൽ ദൈവത്തോട് പൂർണ്ണ സമർപ്പണവും വിധേയത്വവും ആശ്രയവുമുള്ളവനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഒരു കാര്യവും കർത്താവ് ദൈവപുത്രനിൽ നിന്നുള്ള ആനുകൂല്യത്തിൽ നേടിയെടുത്തതല്ല. പിന്നെയോ അനുസരണമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് താൻ അതൊക്കെ നേടി എടുത്തത്. ഫിലിപ്പി ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവ് എന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോ അവനെ ഉയർത്തിയതിന്റെ കാരണം എന്താണ്? അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവപുത്രൻ എന്നുള്ള രീതിയിലല്ല കർത്താവ് സകല നാമത്തിനും മേലായ നാമം സമ്പാദിച്ചത്. പിന്നെയോ അനുസരണമുള്ള മനുഷ്യൻ എന്ന അളവിലാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ നാം വായിച്ചത്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ന് പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ കരയുമായിരുന്നു പിതാവിനോട്.
നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം കരയാറുണ്ട്? കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷയും അഭയയാചനയും പിതാവിലാണ് അവന്റെ എല്ലാ അഭയവും അവൻ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരുന്നു. കർത്താവിനെ കൊല്ലാനായിട്ട് അനേക ശ്രമങ്ങൾ നടന്നത് വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ നസറത്തിൽ വെച്ച് മലയുടെ മേളിൽ നിന്ന് തല കീഴായിട്ട് തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. തന്നെ പിടിച്ചു കൊല്ലാനായിട്ട് പുരോഹിതന്മാരും ശാസ്ത്രിമാരും അതുപോലെ പരീശന്മാരും പല ആവർത്തി ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? കാരണമാണ് എഴുതിയിരിക്കുന്നത്. ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു കർത്താവ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, കർത്താവ് ദൈവത്തെ, പിതാവിനെ പ്രസാദിപ്പിച്ചു. അടുത്ത വാക്യം യെശയ്യാവ് 11:1-3 വരെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ്. അവന്റെ പ്രമോദം യഹോവാഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഇത് ആരെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ പദം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യഹോവ ഭക്തിയിൽ പ്രമോദിക്കുന്നവനായിരുന്നു. യഹോവ ഭക്തിയുടെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനവും പരിജ്ഞാനവും അവനുണ്ടായിരുന്നു. കർത്താവ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദൈവത്തെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രസാദിപ്പിക്കണം എന്നുള്ളത് അക്ഷരം പ്രതി തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശുക്രിസ്തു. ഒരിക്കലും താൻ ദൈവപുത്രൻ എന്നുള്ളതിന്റെ ആനുകൂല്യമെടുത്തിട്ടല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ പല മതങ്ങൾക്കും കഴിയാതെ പോകുന്നതിന്റെ കാരണം അവൻ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൻ എക്സലൻസ് കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? അവനൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ അവൻ എക്സലൻസ് കാണിച്ചത് കൊണ്ട് അവൻ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ പലർക്കും കഴിയാതെ പോയി. അത് മനഃപൂർവ്വം ചെയ്തതാണ്. അതെന്താ അങ്ങനെ മനഃപൂർവ്വം ചെയ്തത്? അതിനുള്ള ഉത്തരം 1 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കയില്ല. എന്നാൽ അവൻ ക്രൂശിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആദാമിന്റെ മക്കൾക്ക് ഒരവസരം കൂടെ നൽകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ 100% വിജയിച്ചു. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ കർത്താവ്. എന്നാൽ അവൻ 100% മനുഷ്യനും 100% ദൈവവും ആയിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ ദൈവമായിരുന്നു. കാരണം ദൈവപ്രതിമയാണ്. ദൈവത്തിന്റെ പ്രതിമ എന്ന വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ദൈവം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നവൻ ആയിരുന്നു. കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ചിലര് എടുത്തിട്ട് ഇത് വായിച്ചിട്ട് ഇങ്ങനെ പറയാം, കണ്ടോ പിതാവ് ചെയ്ത് കാണിക്കുന്നതേ പുത്രന് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് യേശു ദൈവമൊന്നും അല്ലാതെ സ്ഥാപിക്കാനാണ് ഇത് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് നാളെ സൂര്യൻ 5:32 ഉദിക്കുന്നതിന് പകരം 5:40 ഉദിപ്പിക്കാൻ പറ്റും? പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ ചെയ്യണമല്ലോ, അല്ലേ? എത്ര പേർക്ക് നാളെ മഴ പെയ്യാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ മാറ്റി പെയ്യിക്കാനായിട്ട് പറ്റും? പിതാവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ ഒരു കണ്ടത്തിൽ മഴ പെയ്യും, മിസ്രൈമിൽ മഴ പെയ്യിക്കില്ല, അല്ലേ? അല്ല, മഴ മിസ്രൈമിൽ പെയ്യും, മാരി ഇസ്രായേലിൽ പെയ്യില്ല. അവിടെ ഇരുട്ടുണ്ടാവും, ഇവിടെ ഇരുട്ടുണ്ടാവില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും?
പിതാവിന് പറ്റും. ആർക്ക് പറ്റും? പുത്രനും പറ്റും. പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ പുത്രനും ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ വാക്കിൽ നിന്ന് തന്നെ അവൻ ആരാണെന്ന് മനസ്സിലാക്കാം. പിതാവ് ചെയ്ത് കാണിക്കുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പുത്രനുണ്ടെങ്കിൽ അവൻ പിതാവിനേക്കാളും ഒട്ടും ചെറിയവനല്ല. പിതാവിനോട് അവൻ തുല്യനാണ്. നമുക്ക് മനസ്സിലാവും കർത്താവ് ആരാണെന്ന് ശ്രദ്ധിച്ചു വായിക്കുന്നു. പക്ഷെ അവൻ വെളിപ്പെടുത്തിയത് തന്റെ മനുഷ്യത്വത്തെയാണ്. ഞാനത് പറയുന്നതിന്റെ കാര്യം, അവൻ മനുഷ്യനായി പിതാവിൽ സമ്പൂർണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചവനാണ്. അതിന് പ്രതിഫലമായിട്ട് പിതാവ് ഈ ലോകത്തിന്റെ മുമ്പിൽ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മത്തായി 3:17 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പിതാവ് കൊടുത്ത സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ താൻ 30 വയസ്സുവരെ രഹസ്യ ജീവിതം നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടില്ലാത്ത രഹസ്യ ജീവിത കാലയളവിൽ എങ്ങനെയായിരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷ്യം പറയുകയാണ്. എന്താണ് സാക്ഷ്യം? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അതിന്റെ അർത്ഥം ഈ 30 വർഷക്കാലം അവൻ അവന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച് ജീവിച്ചപ്പോഴൊക്കെയും എൻ്റെ പ്രിയപുത്രനായിരുന്നു. അതാണ് പിതാവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് അനിഷ്ടമായത് അവൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞു. കർത്താവ് തന്റെ പ്രവർത്തന കാലഘട്ടം കഴിഞ്ഞ് ക്രൂശിലേക്ക് നടക്കാൻ പോവുകയാണ്. മറുരൂപ മലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാർ 3 പേർ അവിടെ ഉള്ളപ്പോൾ അവരുടെ മധ്യേ മോശയും ഏലിയാവും ഇറങ്ങി വന്നപ്പോൾ പിതാവ് പിന്നെയും സാക്ഷ്യം പറഞ്ഞു. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. പ്രവൃത്തിയുടെ കാലഘട്ടം കഴിഞ്ഞു. തനിക്ക് തന്നെ മഹിമയെടുക്കാതെ തന്റെ പ്രവൃത്തി മുഴുവനും പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഉത്തമനായ മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്ത കർത്താവ് മറുരൂപ മലയിൽ തന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിക്കുവാൻ മോശയോടും ഏലിയാവിനോടും കൂടി നിൽക്കുമ്പോൾ പിതാവ് സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിലൊക്കെയും പിതാവിനെ പ്രസാദിപ്പിച്ച പുത്രനായിരുന്നു, മനുഷ്യനായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ആരെയാണ് നോക്കേണ്ടത്? ഒരാളെ നോക്കിയാൽ മതി, അവനെ. ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എന്തൊക്കെയാണ്? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അത് തന്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം പരീക്ഷ സഹിക്കുവാൻ താൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി മരുഭൂമിയിൽ സമയം ചെലവിട്ടു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, സുവിശേഷം അറിയിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. സ്വർഗീയൻ ഇന്ന് സ്വർഗസ്ഥനായിട്ടിരിക്കുകയാണ്. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. എന്നിട്ട് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നാം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃക, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവനെ പിന്തുടരുക. അപ്പോസ്തലനായ പത്രോസ് വിശ്വാസികളോട് പറയുകയാണ്, അവനെയാണ് പിന്തുടരേണ്ടത്. കാരണം അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. 1 കൊരിന്ത്യർ 15:49 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആരെ കുറിച്ചാണ് അത് പറയുന്നത്? നമ്മളെ കുറിച്ചാണ് ആ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക തന്നു. അവൻ ദൈവപ്രതിമയാണ്. ആ പ്രതിമയെ നോക്കി കർത്താവിനെ നാം ഫോളോ ചെയ്ത് ആ പ്രതിമ നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ വാക്യം. മാത്രമല്ല, കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവഭക്തിയുടെ മർമ്മം ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ദൈവഭക്തിയും ഈ ലോകത്തിലില്ല. കാരണം ദൈവത്തെ ഇവണ്ണം പ്രസാദിപ്പിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു
ആദം. പക്ഷെ ആദമിനത് സാധിച്ചില്ല. ഇനി പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നാം. അതെന്താണ്? അവൻ്റെ അതേ ആത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. നമ്മൾ പാപികളാണ്, പക്ഷെ ആ പാപത്തെ ജയിച്ച് കർത്താവിനെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രദർശിപ്പിക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി നാം ഉപയോഗിക്കുന്നുവെങ്കിൽ ഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ നമുക്കും സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ മഹത്വം ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുള്ള, ഇടപെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാറില്ല എന്നുള്ളതാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മൾ സാധാരണ വായിച്ചങ്ങ് പോകും, പക്ഷെ നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് എഴുതുന്ന വ്യക്തിയുടെ എക്സൈറ്റ്മെന്റ് നോക്കാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇത് എഴുതിയ വ്യക്തിക്ക് വൈകാരികമായി ഭയങ്കര തള്ളലുണ്ട് ഇത് എഴുതുമ്പോൾ. അത് ആ വാക്കുകളിൽ പ്രകടമാണ്. അതെന്താണ്? ആദ്യം മുതലുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അവനെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഈ കണ്ണ് അവനെ കണ്ടു. ആരാണ്? വചനമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ് യോഹന്നാനി പറയുന്നത്. ഞങ്ങൾ അവനെ കണ്ടു. ഞങ്ങൾ കേട്ടിരുന്നതാണ്. പഴയ നിയമത്തിൽ മുഴുവൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കേട്ടതാണ്, പക്ഷെ ഞങ്ങൾ അവനെ കണ്ടു. മാത്രമല്ല, ഞങ്ങൾ നോക്കി. അതെന്ത് ഈ നോക്കി എന്ന്? അവനെ നോക്കിയിട്ട് ആരും ജീവനോടെ ഇരിക്കുകയില്ല എന്ന് മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മോശയാണ് പഴയ നിയമത്തിൽ ഏറ്റവും ദൈവത്തെ അടുത്തറിഞ്ഞ മനുഷ്യൻ. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, നീ എന്നെ കാണില്ല, എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ആ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. അപ്പൊ യോഹന്നാൻ പറയാം, ഞങ്ങൾ അവനെ നോക്കി. പിന്നെയോ, ഞങ്ങളുടെ കൈ തൊട്ടു. ഞങ്ങൾ അവനെ തൊട്ടു നോക്കിയതാ. ആരെ? ആദ്യം മുതലുള്ളവനെ, ഞങ്ങൾ കേട്ടവനെ. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ച് അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് പോയി. ചെറുപ്പം മുതൽ ഇത് വായിച്ച് ആ എക്സൈറ്റ്മെന്റ് നമുക്കില്ല. എന്താ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അദൃശ്യനായിരുന്ന സർവശക്തൻ ഞങ്ങളുടെ മധ്യ വന്നു വസിച്ചു. അതാണ് ഈ പറയുന്നത്. ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ നോക്കി, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടു. അതവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യം അല്ല. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് വായിച്ചാലും ലേഖനം എടുത്ത് വായിച്ചാലും ഈ എക്സൈറ്റ്മെന്റ് യോഹന്നാനിൽ എപ്പോഴും നിലനിന്നിരുന്നു. നമ്മളിൽ ഈ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം, നമ്മൾ വാസ്തവത്തിൽ യേശു കർത്താവ് എന്ന് പറയുകയും യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യേശുവിനെ ശരിക്കും നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അപ്പസ്തോലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സൂക്ഷിച്ചൊന്ന് നോക്ക്. അതെന്താ കാരണം എന്നറിയോ? അവനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അവന്റെ ബ്യൂട്ടി, മനോഹാരിത നമ്മൾ കാണാൻ തുടങ്ങുക. അവന്റെ വ്യക്തി മാഹാത്മ്യത്തെ നമ്മൾ ശരിക്ക് കാണാൻ തുടങ്ങുമ്പോഴാണ്, അവന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ ആരാധന ഉണ്ടാകുന്നത്. എന്താണ് ഈ ആരാധന? ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മഹത്വത്തെ ദർശിച്ചിട്ട് എനിക്ക് അവനെ സ്തുതിക്കുവാൻ, അവനെ സ്തോത്രം കരയറ്റുവാൻ, മഹത്വം കരയറ്റുവാൻ തോന്നുന്ന ആ ഇന്നർ ഫീലിംഗ് ആണ് ആരാധന. ആ ഫീലിംഗ് ഉണ്ടാകണമെങ്കിൽ
വ്യക്തിയുടെ മഹത്വത്തെ നമ്മൾ ശരിക്കും കാണണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമ്മൾ കാണുമ്പോഴാണ് എനിക്ക് അവനോട് ആരാധന ജനിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അവന്റെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അവനോട് ആരാധനയുണ്ട്. കാരണം അതുപോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതെന്താ കർത്താവേ എന്ന് ചോദിച്ചാൽ, കർത്താവ് സ്നേഹിക്കുന്ന സ്നേഹം വളരെ വ്യത്യസ്തമാണ്. അതെന്താ? എന്നെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടതാണ്, അപ്പോൾ എന്നെ സ്നേഹിച്ചതാണ്. കാരണം അന്ന് തന്നെ എൻ്റെ പേര് എഴുതി വെച്ചതാ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുമ്പോൾ ഈ അറുക്കപ്പെടുന്നവൻ അവനെ വിശ്വസിക്കുവാനായിട്ട് ദൈവം എന്നെ അന്നേ കണ്ടതാ. അവൻ മുന്നറിഞ്ഞതാ. നമ്മൾ അന്ന് താൻ സ്നേഹിച്ച ആ സ്നേഹം ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഞാൻ അവനെ അറിയാതെ ഈ ലോകത്തിൽ പാപിയായി നടന്നപ്പോഴും അവന്റെ സ്നേഹത്തിനൊരു കുറവും വന്നില്ല. അവനെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുസരണക്കേടിൽ നടക്കുമ്പോഴും അവന്റെ സ്നേഹത്തിനൊരു കുറവും വന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. ഈ ബലഹീനനായിരിക്കുന്ന എന്നെ എന്റെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ സ്നേഹിച്ചു. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ പ്രാണൻ നൽകി സ്നേഹിച്ചു. ആ സ്നേഹം ഇന്ന് വരെയും മാറിയിട്ടില്ല. അവന്റെ സ്നേഹം ഇന്നും ഒരു കുത്തൊഴുക്ക് പോലെ എന്റെ മേലെ കൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളോടുള്ള ബന്ധത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അവന്റെ സ്നേഹത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയാണ്. അത് നമ്മെ കവിഞ്ഞു പോകുന്ന കാര്യമാണ്. കാരണം ഞാൻ എന്തു ചെയ്തു എന്നൊന്നും കർത്താവിനെ സ്നേഹിക്കുന്നതിനൊരു തടസ്സം അല്ല. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഞാൻ അവന്റെ സ്നേഹത്തെ കാണുമ്പോൾ പിന്നെ എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അവന്റെ വ്യക്തിത്വം അത്ര ഉന്നതം ആണ്. ഇതാണ് ആരാധനയുടെ ബേസിക്സ്. അതാണ് അതിന്റെ ബേസിക്സ്. അതിനപ്പുറത്ത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കുണ്ടാകുന്ന വികാരത്തിന്റെ തള്ളലാണ് വാസ്തവത്തിൽ ഞാൻ വീണവനെ ആരാധിക്കാൻ ഇടയാക്കുന്നത്. സ്വർഗത്തിലെ ആരാധനയെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. 24 മൂപ്പന്മാരും ജീവികളും ഒക്കെ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് വന്ദിച്ച് വീഴുകയാണ്. ഓരോ പ്രാവശ്യവും ദൂതന്മാർ ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കുമ്പോൾ ഇവർ എഴുന്നേറ്റ് വീഴുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നി ഇതെന്താണോ ഈ സംഭവം, അല്ലേ? ഇതെന്താ എപ്പോഴെപ്പോഴും ഒരു വീഴുന്നത്? എന്താ കാരണം എന്നറിയോ? ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തിന്റെ മഹത്വത്തെ, അവന്റെ പ്രവൃത്തിയെ അവർ കാണുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പിന്നെ പറ്റില്ല. അവർ കവിണ്ണ് വീണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ പറയുന്നത്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സകല ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും അനേകരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയണേ? അനേകരെ. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയണേ, അവർ ഭൂമിയിൽ വാഴുന്നു. അപ്പൊ വളരെ വ്യക്തമാണ്, ഇവരല്ല അവര്, അല്ലേ? ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ചിലരെ നീ വാങ്ങി, അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കവിണ്ണ് വീണ് ആരാധിക്കുക. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ വാങ്ങിയവർക്ക് അത്ര നന്ദിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് വളരെ വിരോധാഭാസമാണ്, അല്ലേ? വാങ്ങിയതിന്റെ പേരിൽ സ്വർഗത്തിലെ ജീവികൾ ദൈവത്തിന്റെ മുമ്പാകെ കവിണ്ണ് വീഴുക. പക്ഷെ വാങ്ങിയവര് അത്രമാത്രം നന്ദി കാണിക്കാറില്ല. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ കാണുന്ന ദൈവത്തെ അവർ കാണുന്നത് പോലെ നാം കാണുന്നില്ല. അതാ വിഷയം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നാം ഏറ്റുപറയുന്ന അപ്പോസ്തലനെ, ദൈവപുത്രനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു സത്യം പറയാം. ഈ വിഷയം പഠിച്ചു വന്നപ്പോൾ, അവന്റെ വ്യക്തിത്വത്തിന്റെ മനോഹാരിത ഞാൻ മനസ്സിലാക്കിയപ്പോൾ, അവനേക്കാൾ വലിയവനായിട്ട് പിന്നെ എൻ്റെ കണ്ണിൽ ആരും ഇല്ല. ഈ കർത്താവിനെ പോലെ വേറെ ഒരുത്തനുമില്ല ഈ ലോകത്തിൽ.
അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നതിനേക്കാളും മെച്ചമായ, മനോഹരമായ, ഉന്നതമായ ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. നമ്മൾ പാടാറുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല. പക്ഷെ അവൻ അങ്ങനെ തന്നെയാണ്. അവന്റെ ഓരോ സ്വഭാവം എടുത്ത് നാം പഠിച്ചാൽ, നമ്മൾ ദൈവം അനുവദിക്കുന്ന പക്ഷം 14 സ്വഭാവങ്ങൾ എടുത്ത് പഠിക്കും, കർത്താവിന്റെ സ്വഭാവങ്ങൾ. പക്ഷേ അവന്റെ ഓരോ സ്വഭാവങ്ങളും നാം എടുത്ത് പഠിച്ചാൽ 7 അയൽപ്പക്കത്ത് നിൽക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല. അവൻ അത്ര ഉന്നതനാണ്. നമ്മൾ ദൈവഭക്തന്മാരാകുമ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് എത്ര വലുതാണെന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാവുക. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന തലയോളം നാം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റ്. ക്രിസ്തീയത്വം, അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവഭക്തന്മാരായി തീരുമ്പോഴാണ്. അതെന്താണെന്നറിയോ? ഓരോ ദിവസം ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് പുതിയ ചാലഞ്ചാണ്. എന്താണ്? എനിക്ക് എത്തണം. ഇതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. താൻ എബ്രായനാണ്, ബെന്യാമീന്യനാണ്, അതൊക്കെ ലിസ്റ്റൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, അത് എണ്ണിയെന്ന് മാത്രമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ശ്രദ്ധിച്ചോ വാക്കുകൾ? എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അവനെ ഞാൻ കണ്ടപ്പോൾ, അവന്റെ വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ, എന്റെ മനസ്സിലുണ്ടായ വികാര തള്ളൽ നിമിത്തം അവനെ ഞാൻ കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അതിനേക്കാളും വിലയേറിയതായിട്ട് പിന്നെ ഒന്നും ഈ ലോകത്തിൽ ഇല്ല. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. മനസ്സിലായോ? യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യം നാം മനസ്സിലാക്കുമ്പോൾ, ദൈവപുത്രൻ വെളിപ്പെടുത്തിയ ദൈവിക സ്വഭാവങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ, ബാക്കിയൊക്കെ വെറും ഛേദമായി തീരും. ചവറായിട്ട് പിന്നെ അതൊക്കെ തീരും. കാരണം അത് അത്ര ബ്യൂട്ടിഫുള്ളാണ്, അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് അവന്റെ ക്യാരക്ടർ. 3:11 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അവന്റെ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അപ്പസ്തോലനായ പൗലോസാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കർത്താവിനെ അനുഗമിച്ച ഒരു മനുഷ്യൻ. ഒരു സ്റ്റേജിൽ കർത്താവിന്റെ ദാസൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ? എന്നെ അനുഗമിക്കാൻ പറയാൻ എനിക്ക് ഇപ്പോഴും ധൈര്യമില്ല. കാരണം എന്നിൽ കുറവുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പസ്തോലൻ അത്രമാത്രം കർത്താവിനോട് അനുരൂപനായി തീരാൻ ശ്രമിച്ചിട്ട് ആ കോൺഫിഡൻസിൽ നിന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, എന്റെ അനുകാരിയാകുക. ഈ അപ്പസ്തോലൻ പറയുകയാണ്, ഈ സ്റ്റേജിലെത്തുമ്പോൾ അപ്പസ്തോലൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്ന് നിരൂപിക്കുന്നില്ല, പിന്നെയോ എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന്റെ ദിവ്യ സ്വഭാവം അത് അത്രമാത്രം ഉന്നതമാണ്. ഞാൻ പിടിച്ചിട്ടില്ല, പിടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് താൻ പറയുക, ഞാൻ പിൻപിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞം കൊണ്ട് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നേ? പരമവിളി. എന്താ ഈ പരമവിളി? അവനെ പോലെ ആകണം. മനസ്സിലായല്ലോ? അവനെ നേടണം, അവനിൽ ഇരിക്കണം, അവനെ അനുഭവിച്ചറിയണം, അവന്റെ മരണം എനിക്ക് അനുഭവിക്കണം, അവനെ പോലെ ആകണം. അതാ എൻ്റെ വിളി. അതിനുവേണ്ടി ഞാൻ ഓടുകയാണ്, പിറകിലുള്ളതൊക്കെ വിട്ടിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പൗലോസിന്റെ എൻകൗണ്ടറാണ്.
പത്രോസ് പറഞ്ഞത് എന്താണ്? പത്രോസ് പറഞ്ഞത് 2 പത്രോസ് 1:16 തൊട്ട് 18 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. അന്നത്തെ ആ രംഗം അപ്പസ്തോലന് മറക്കാൻ പറ്റിയിട്ടില്ല. ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്ത പോലെ വെള്ളയായ വസ്ത്രം ധരിച്ച് മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നവനായി കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തോടെ നിൽക്കുന്ന ആ കാഴ്ച പത്രോസിന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലേഖനം എഴുതുമ്പോഴേക്കും താൻ മരിക്കാറായി. ഏകദേശം അവസാന കാലഘട്ടത്തിൽ എഴുതുന്നത്. പക്ഷെ അപ്പോഴും പച്ചയായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അന്ന് മറുരൂപമലയിൽ കണ്ട കാഴ്ച. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മഹത്വത്തെ നാം കാണണം. അവനാണ് ദൈവഭക്തിയുടെ എക്സലൻസ്, മഹത്വം. ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ കർത്താവാണ്. ദൈവഭക്തിയുടെ എക്സലൻസ് നമ്മുടെ കർത്താവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിനെ പോലെ ആയിത്തീരുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ ദിവ്യമായിരിക്കുന്ന ആട്രിബ്യൂട്ട്സ്, സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിതം അതൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് പിന്നെ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീണു എഴുന്നേറ്റ് നടക്കുന്ന ഒരു നടപ്പല്ല അത്. പിന്നെയോ ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ശരിക്ക് മനസ്സിലാകും. ലോകത്തിന് നമ്മെ പിന്നെ ചവിട്ടാൻ കിട്ടില്ല. നാം പെരുമ്പാമ്പിനെയും ഒക്കെ ചവിട്ടുന്നവരായിരിക്കും. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? പാപം നമ്മെ പിടിച്ചു വെക്കില്ല. പിന്നെ നാം പാപത്തിൻ്റെ മേൽ ജയമുള്ളവരായിരിക്കും. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ കൂടെ പ്രത്യക്ഷമാകുമ്പോൾ, പിന്നെ പാപത്തിനോ ഈ ലോകത്തിൻ്റെതായ ഒരു ശക്തിക്കോ നമ്മെ പിടിച്ചു വെക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമ്മിൽ നിറവേറുന്നത്. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളത്. ആ ശക്തി നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. അത് എക്സർസൈസ് ചെയ്യണമെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരണം, ദൈവഭക്തന്മാരായിത്തീരണതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.